ഇന്ന് നമുക്ക് 6th സ്റ്റാൻഡേർഡിൽ തന്നെ ബേസിക് സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. കാന്തിക ലോകത്തെ അത്ഭുതം. ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ആ ഒരു ചാപ്റ്റർ ഫുൾ ആയിട്ട് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് ഏത്? കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവയാണ് കാന്തിക വസ്തുക്കൾ. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് എന്ത്? അകാന്തിക വസ്തുക്കൾ. അതായത് പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം ഇതൊന്നും എന്താണ്? പരസ്പരം ആകർഷിക്കത്തില്ല. പരസ്പരം ആകർഷിക്കുന്ന വസ്തുക്കളാണ് ഏത്? കാന്തിക വസ്തുക്കൾ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവയാണ് എന്ത്? കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം. അതുപോലെ അകാന്തിക വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവയാണ് അകാന്തിക വസ്തുക്കൾ. അതുപോലെ ഈ കാന്തത്തിന് എന്താണ് സാധാരണയായി ആകർഷണ ബലം കൂടുതലുള്ളത് അതിന്റെ അഗ്രഭാഗത്തായിരിക്കും. ഒരു കാന്തം എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ആകർഷണം വരുന്നത് എവിടെയായിരിക്കും? അതിന്റെ 2 അഗ്രങ്ങളിലായിട്ടായിരിക്കും. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രങ്ങളാണ് എന്ത്? കാന്തിക ധ്രുവങ്ങൾ എന്നറിയപ്പെടുന്നു. ശക്തി കൂടിയ അഗ്രഭാഗങ്ങൾ എന്തറിയപ്പെടുന്നു? കാന്തിക ധ്രുവങ്ങൾ എന്നറിയപ്പെടുന്നു. ഏതൊരു കാന്തത്തിനും എന്താണ് 2 ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒന്ന് സൗത്ത് പോളും ഒന്ന് നോർത്ത് പോളും. ഇനി ഇനി നമുക്ക് കാന്തങ്ങളുടെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് കാന്തം നിർമ്മിക്കുന്നത്. അതിൽ അൽനിക്കോ എന്ന് പറയുന്ന ലോഹ സങ്കരം ഉപയോഗിച്ചിട്ടാണ് എന്ത്? കാന്തം നിർമ്മിക്കുന്നത്. ഈ അൽനിക്കോയിൽ ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയാണ് ഈ അൽനിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ലോഹ സങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സമീരിയം, കൊബാൾട്ട്, ഫറൈറ്റ് റബ്ബർ, നിയോഡിമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധതരം കാന്തങ്ങളും നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ മെയിനായിട്ട് അൽനിക്കോയാണ്. പിന്നെ അതല്ലാതെ സമീരിയം, കൊബാൾട്ട്, ഫറൈറ്റ് റബ്ബർ, നിയോഡിമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധതരം കാന്തങ്ങൾ എന്താണ് ഇപ്പം നിലവിലുണ്ട്. ഇവയിൽ നിയോഡിമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ്. നിയോഡിമിയം കാന്തങ്ങൾക്ക് കൂടുതൽ ശക്തിയുണ്ട്. അതായത് കാന്തിക ശക്തി കൂടുതലുള്ളതാണ് ഏത്? നിയോഡിമിയം കാന്തങ്ങൾ. കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ടെന്ന് പറഞ്ഞതുപോലെ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ഉത്തര ധ്രുവമെന്നും, അതായത് വടക്ക് ദിശയിലേക്ക് നിൽക്കുന്നത് ഉത്തര ധ്രുവമെന്നും നോർത്ത് പോളെന്നും, ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ സൗത്ത് പോളെന്നും അറിയപ്പെടുന്നു. അപ്പൊ നോർത്ത് പോളാണെങ്കിൽ എന്നും സൗത്ത് പോളാണെങ്കിൽ എസും എന്നിങ്ങനെ 2 അക്ഷരങ്ങൾ കൊണ്ടാണ് ഇവയുടെ എന്താണ് 2 ധ്രുവങ്ങളെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഇനി ബാർ കാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. അതായത് ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഉത്തര ധ്രുവത്തില് എന്താണ് കാന്തത്തെ സൂചിപ്പിക്കാൻ വെള്ള സ്പോട്ടാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. വെള്ള സ്പോട്ട് ബാർ കാന്തത്തില്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആകർഷണവും വികർഷണവും. വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്നും പറയുന്നു. അതായത് സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പിക്ചറിൽ കൊടുത്ത പോലെ സൗത്ത് പോളും എന്ത് ചെയ്യും? വികർഷിക്കുകയും അതുപോലെ സൗത്ത് പോളും നോർത്ത് പോളും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആകർഷിക്കുകയും ചെയ്യും. അതാണ് ഒരു കാന്തത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2 കാന്തങ്ങൾ കൊണ്ടുവന്നാൽ അതിന്റെ സൗത്ത് പോളും മറ്റൊന്നിന്റെ നോർത്ത് പോളുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആകർഷിക്കുന്നത്. സെയിം പോൾ ആണെങ്കിൽ എന്ത് ചെയ്തില്ല? അത് ആകർഷിക്കത്തില്ല. ഇനി പറയുന്നത് വൈദ്യുത കാന്തമാണ്. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ കാന്തിക ശക്തി താൽക്കാലികം മാത്രമാണ്. ഈ വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ വൈദ്യുത കാന്തത്തിന്റെ കാന്തിക ശക്തി എന്ത് ചെയ്യുന്നു? അവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രം അതിനു ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലമാണ് ഏത്? കാന്തിക മണ്ഡലം രൂപപ്പെടുകയും അതൊരു കാന്തമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് എന്ത്? വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. എന്നാൽ ആ വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ആ വൈദ്യുത കാന്തത്തിന്റെ കാന്തിക ശക്തി എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ നമ്മൾ ഈ കാന്തം ഉപയോഗിക്കുന്ന കുറച്ച് സന്ദർഭങ്ങളാണ് ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് MRI സ്കാനിങ്ങിന്റെ മെഷീൻ. അതിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്? കാന്തം. അതുപോലെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലെ മാഗ്നറ്റിക് സ്ട്രിപ്പ്, അതുപോലെ തന്നെ മാഗ്ലെവ് ട്രെയിൻ. ഈ ഒരു ട്രെയിനിലും എന്ത് ചെയ്യുന്നു? കാന്തിക ശക്തി ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? അത് പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്.
അപ്പൊ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. വളരെ വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നതാണ് ടെക്സ്റ്റില്. ശരിയായവ കണ്ടെത്തുക. നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു രീതിയിലാണല്ലോ. ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത്. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ്. റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായതെന്ന് കണ്ടെത്തുക. നമുക്കും ക്വസ്റ്റ്യൻസ് അങ്ങനെയാണല്ലോ വരാറ്. അപ്പൊ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക ഈ ഒരു നോട്ട്സ് വെച്ചിട്ട്.